ഇന്നത്തെ താരം കണ്ടില്ലേ? ഈ റോസാണ് കേട്ടോ, പിങ്ക് റോസ്. നല്ല ഭംഗിയുള്ള നല്ല മണമുള്ള പൂ തരുന്ന ഈ ഒരു പിങ്ക് റോസ് കാണുന്നതിന് എന്ത് ഭംഗിയാണല്ലേ. അപ്പം ഞാൻ ചട്ടിയിലാണ് നട്ടേക്കണേ കേട്ടോ. നമുക്ക് നിലത്ത് നടാവുന്നതാണ്. അപ്പോൾ എനിക്ക് നിലത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചട്ടിയിലാണ് നട്ടേക്കണത്. നിറയെ ഇങ്ങനെ പൂ ഉണ്ടാവും. ഒരു കൊല്ലത്തിന് എത്ര പൂവാന്ന് നോക്കിക്കേ. കണ്ടോ, ഇത് ഞാൻ വച്ചിട്ട് കുറച്ച് നാളായി. പൂ ഉണ്ടാവാറ്, പക്ഷേ ഇത്രയും നിറയെ പൂ ഉണ്ടാവുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നല്ല ഫെർട്ടിലൈസർ കാടിയോ കൊടുക്കാറുണ്ട്, ഞാൻ കാണിക്കാറുണ്ടല്ലോ. മുട്ടത്തോണ്ടും അങ്ങനെയുള്ള സവാളയുടെ വെള്ളം ഞാൻ 2 ദിവസം ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം, അതിൻ്റെ സവാളയുടെ നീര് ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചെടിയുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. അതായത് ജൈവ ഫെർട്ടിലൈസറാണ്. അപ്പോൾ ഇത് അതുപോലെ നല്ല ഭംഗിയായിട്ട്, ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി, ഹെൽത്തിയാണ്, നല്ലോണം പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇനിയും അതിൽ മൊട്ടുണ്ട് കേട്ടോ, നിറയെ ഇനിയും വിരിയാനുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഇത് കാണാനായിട്ട്. ഇങ്ങനെ റോസ് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് രസമാണല്ലേ കാണാൻ. റോസ് ഇങ്ങനെ നിറയെ പൂവുണ്ടായി നിൽക്കുമ്പോൾ. ഇത് ചെറിയ റോസാട്ടോ, ശരിക്കും ഞാൻ പറഞ്ഞ പോലെ എന്നും പറയുന്ന പോലെ വീഡിയോയിൽ ശരിക്കും യഥാർത്ഥ കളർ വന്നിട്ടില്ല. കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ആണ്, അല്ല ഇത്രയും ലൈറ്റ് അല്ല പിങ്ക്. ആ ഒരു കറക്റ്റ് കളർ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല കളർ. കണ്ടോ, ഇതിൽ വീണ്ടും മൊട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നിലവിലുള്ള വേറെ റോസ്, ദേ ഈ വൈറ്റ് റോസാണ്. അതൊക്കെ പൂ കൊഴിഞ്ഞ് തീരാറായിരുന്നു. അപ്പം ഞാൻ ഈ കൂടത്തിലങ്ങ് എടുത്തു എന്നുള്ളൂ. അതിൽ ചെടി നല്ല ഹെൽത്തിയാണ്. പിന്നെ മുട്ടിലിടയ്ക്ക് ഒരു കരിഞ്ഞ് ഒക്കെ നിൽക്കുന്ന കീടങ്ങളുടെ ആക്രമണമുണ്ട്. അപ്പം ഞാനത് എപ്പോഴും ഒന്നും അങ്ങനെ വളപ്രയോഗം ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഹെൽത്തിയായി നിൽക്കാത്തത് മുട്ടൊക്കെ. എന്നാലും നിറയെ പൂവുണ്ട് അതിൽ. ചെടി നല്ലതാണ്. പിന്നെ ഇത് കാശ്മീർ റോസാണ്. കാശ്മീർ റോസ് ഞാൻ കൊണ്ടുവന്നിട്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയതേ ഇല്ല. അപ്പം ഇടയ്ക്കൊരു വാട്ടമൊക്കെ സംഭവിച്ചായിരുന്നു. എന്നാലും ഇപ്പോൾ ദേ നിറയെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡാർക്ക് മജന്ത പൂവാണിതിൽ. നോക്കിക്കേ. പിന്നെ ഇത് കണ്ടോ, ഒരു പൂ മാത്രം ദേ ഈ ഒരു ലൈറ്റ് പിങ്ക്, എങ്ങനെയാണോ എന്തോ. എന്തായാലും നല്ല രസമുണ്ട് പൂ കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പൂവുണ്ടായി നിൽക്കുന്ന റോസുകൾ. നല്ല ഭംഗിയല്ലേ. പിന്നെ നല്ല വെയിൽ നോക്കി വയ്ക്കുക. ഒരു നേരം ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ. ഇത് ഞാൻ വേറെ കുറച്ച് കമ്പ് കുത്തി, റോസിൻ്റെ കമ്പ് കുത്തി വെച്ചതാണ്. ഇത് പിടിക്കുമെന്ന് പറയുമ്പോൾ ഇവിടെ വെറുതെ കുത്തി, പക്ഷേ എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി പൂ ഉണ്ടാവുമോ നമുക്ക് നോക്കാം, ഞാൻ കാണിക്കാൻ വഴിയേ കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച കുറച്ച് തൈകളാണ്. ഏതൊക്കെ റോസാന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. പിടിക്കുമോ നമുക്ക് നോക്കാൻ വേണ്ടി വെറുതെ വെച്ച് നോക്കിയത്, പക്ഷേ എല്ലാം പിടിച്ചിട്ടുണ്ട്. പൂ ഉണ്ടാവുമോ നമുക്ക് നോക്കാം.